സാറേ. ഹായ്, നല്ല മുഴക്കം. കിണ്ണത്തിൽ ഈർക്കിൽ വെച്ച് കൊട്ടുന്ന പോലുണ്ട്. പെണ്ണ് അപ്പുറം, ഞാന് ഇപ്പുറം. ഞങ്ങള് രണ്ടുപേരുടെ ഇടയില് ദാണ്ടെ ഇതുപോലെ ഒരു സ്ക്രീൻ. എനിക്ക് പെണ്ണിന്റെ കാല് മാത്രം കാണാം. പെണ്ണ് കാണാൻ ചെന്ന ഞാന് അങ്ങ് അയ്യേന്നായിപ്പ്. പെണ്ണിന്റെ അമ്മാവനാണെങ്കിൽ ഉഗ്രപ്രതാപശാലി. പെണ്ണിനെ നേരിട്ട് കാണണമെന്നോട്ടോ അങ്ങനെ പറയാനൊപ്പോ? പെണ്ണിന്റെ ഒരവയവം കാണിച്ചു തരാം അമ്മാവൻ. അതിൽ നിന്നും പെണ്ണിന്റെ സൗന്ദര്യം നമ്മൾ മനസ്സിലാക്കിക്കൊള്ളണം. അത്രേ. പെണ്ണിന്റെ അവയവം കാണണം അമ്മാവന്റെ ഒരു ചോദ്യം. ഞാനിങ്ങനെ ആലോചിച്ചു. പെണ്ണിന്റെ കാല് മാത്രം കണ്ടാൽ മതി. ഞാൻ അങ്ങോട്ട് മറുപടി പറഞ്ഞു. കാരണം ശ്രീരാമേന്ദ്രൻ സീതയെ കാണാൻ ചെന്നപ്പോൾ ദശരഥൻ ഇതുപോലൊരു ചോദ്യം ചോദിച്ചു. അന്ന് ശ്രീരാമേന്ദ്രൻ പറഞ്ഞ മറുപടി രാമായണത്തിലുണ്ട്. നിൽ ശരീരം താങ്ങി നിൽക്കും രണ്ടു കാലുകൾ കണ്ടാൽ പോരും, അങ്ങനെ മൗലേ നിന്റെ സൗന്ദര്യം ഞാൻ ഗ്രഹിച്ചിടാം. അത് ഞാൻ പെണ്ണ് കാണാൻ പോയ അന്തക്കാലം. ഇന്നത്തെ അത് പോലും പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കത്തില്ല. രതിയെ വേണമെങ്കിൽ ഇപ്പൊ വിളിച്ച് കാണിച്ചു തരാം. അയ്യോ, ഇത് രതിയല്ല കേട്ടോ. അല്ല, ആമ്പിള്ളയുടെയും പെമ്പിള്ളയുടെയും വേഷം കണ്ട അവര് തിരിച്ചറിയാനോ ഒക്കത്തില്ല. ഇവനെ ഞങ്ങളുടെ അടുത്ത വീട്ടിലുള്ള പയ്യൻ മാമോനെ. ഇനിയിപ്പം ഇവളെ പെണ്ണ് കാണാൻ വന്നപ്പം ഇവളെ പെറ്റ് കിടക്കുക. മോളെ രതി, ദേ അവരെല്ലാം നിന്നെ കാണാൻ കാത്തിരിക്കുന്നു. ഒന്ന് വന്നേ. എടി, എന്നെ കാണാനല്ല, നിന്നെ കാണാനാ. വേഗം വാ. കൊടപ്പറന്നവൻ അത്ര വലിയ തൃപ്തി പോരാ. നേര് പറയാമല്ലോ, എനിക്ക് ആ കൊച്ചനെ ഇഷ്ടമായി. ഒരുമാതിരി കഴിഞ്ഞുകൂടാനുള്ള ചുറ്റുപാടും വരുമാനം ഒക്കെ ഇല്ലേ? അതുണ്ട്. എങ്കിൽ പിന്നെ ഇനി ഒന്നും ആലോചിക്കണ്ട, അതങ്ങ് നടത്തിക്കളയാം. അപ്പോ
അവര് കാണാമെന്നതിന് എന്നോടാണോ പിണങ്ങുന്നത്? അതിന് ഞാനാണോ ഉത്തരവാദി? അല്ലെങ്കിൽ എങ്ങനെ അയാളുടെ മുന്നിൽ പോയത്? പോയെന്ന് വെച്ച് ഇനിയിപ്പൊ കല്യാണം, അത് കഴിയുമ്പോഴും ചോദിക്കാമല്ലോ ഞാനാണ് ഉത്തരവാദി എന്ന്. വന്നവർക്ക് പെണ്ണിനെ ഇഷ്ടമായോ? ആയിക്കാണും. നിങ്ങൾക്കാരെ ഇഷ്ടമായോ? ആരെ? ആ ആളിനെ. പിന്നെന്തിനാ ആളിനെ കല്യാണം കഴിക്കുന്നേ? ആര് പറഞ്ഞു ഞാൻ അയാളെ കല്യാണം കഴിക്കുമെന്ന്? ഇല്ലേ? പറയൂ, ഇല്ലേ? അയ്യോ, എടി, ഇനി നീ നിന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കഴുത്തി അറിഞ്ഞോളെ പോകാനല്ലേ പറഞ്ഞത്? എന്താ ചേച്ചി, എന്താ ഇത്? മോനോട് ചോദിക്ക്. എന്താടാ എടാ, എന്താന്ന്? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, എന്റെ മോളെ ഞാൻ നിലയ്ക്ക് നിർത്തിക്കോളാം. നിങ്ങളുടെ മോനെ ഇനി അങ്ങോട്ടെങ്ങാനും കണ്ടിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നീ ഒന്ന് ഒച്ച വെച്ചാൽ നാരായണി, നാട്ടുകാരറിഞ്ഞാൽ നിന്റെ മോക്ക് തന്നെയാ ദൂഷ്യം. കണ്ടോ, എന്റെ മോക്ക് തന്നെയാണ് ദൂഷ്യം. അവള് നിങ്ങളുടെ ആരും അല്ലല്ലോ. എന്റെ ആരുമല്ലെന്ന് ഞാൻ പറഞ്ഞു. വേലും കഴിവില്ലാത്ത വർത്താനം പറയാൻ നാരായണി. എന്റെ മനസ്സിന്റെ വേദന ഉടപ്പുറന്നവന് മനസ്സിലാകത്തില്ല. കാര്യങ്ങൾ അന്വേഷിക്കാൻ അവക്ക് ഉടപ്പുറന്നവനല്ലാതെ വേറെ ആരാ ഉള്ളത്? ഉടപ്പുറന്നവനൊന്ന് ഉത്സാഹിച്ചെങ്കിലേ അവളെ ആരുടെയെങ്കിലും കൂടെ പറഞ്ഞയക്കാൻ പറ്റും. എന്റെ ഉത്സാഹക്കുറവ് ഉണ്ടാകുന്ന ആര് പറഞ്ഞു? ഇവിടെ വന്ന് പയ്യനെ നിനക്ക് ബോധിച്ചോ? ബോധിച്ചു. ഞാൻ നാളെ തന്നെ സമ്മതം തള്ളിത്തരാം. അലയും നിറവില്ലാത്ത ഭർത്താവിനും പറഞ്ഞ് സ്വയം നാട്ട നാരായണി. എങ്ങോട്ടാണ് ഒരുങ്ങിച്ചമ്മഞ്ഞ്? വെറുതെ പുറത്തേക്ക്. ഇപ്പൊ പുറത്തേക്ക് അകത്തേക്കൊന്നും പോകണ്ട, പോയപ്പോഴൊക്കെ മതി. ഇനി പുറത്തേക്കെങ്ങാനും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ നിന്റെ മുട്ടി ഞാൻ തല്ലി ഓടിക്കും. ബാക്കിയുള്ളവരുടെ നാണം മാനം കെടുത്താനുണ്ടായ സന്താനം. ചേച്ചി എന്തിനാ അവനെ വഴക്ക് പറയുന്നത്? ചേച്ചിയുടെ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് അവനെ ഇങ്ങനെ ധ്യാനിക്കരുതെന്ന്? ഇപ്പൊ അനുഭവിച്ചോ? പുറത്തേക്ക് ഇറങ്ങാൻ നടക്കുന്നു. മതി മതി, ഈ വീട്ടിന്റെ മുറ്റത്തുള്ള കളിയും തമാശയൊക്കെ മതി. പോവള്ളാരെ അവിടുന്ന്, പോരാടുന്നു. നിന്നെ ഒന്ന് വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ലടാ. ഈ കുഞ്ഞുങ്ങളോടാണോ നാരായണി നില ചൗര്യം? ഇവരെ വഴക്ക് പറയാൻ നിനക്ക് എന്താ അധികാരം? അല്ല, എന്താ അധികാരം? ഞാൻ പിന്നെ എന്ത് വേണം? മിണ്ടാതിരിക്കണോ? മിണ്ടാതിരിക്കണം. 2 ദിവസം കൂടെ കഴിഞ്ഞാൽ ആ ചെറുക്കൻ കോളേജിൽ പോകും. അതിനിടയിൽ നിന്റെ ശബ്ദം ഇവിടെ കേട്ടുപോയാൽ അട്ടിച്ച് നിന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിച്ചത്. നീ അതെല്ലാം നനച്ചു പിടിഞ്ഞു പോരെ. മാറിയല്ലേ? കുഞ്ഞിന്റെ അമ്മ തന്നെ ഈ പുകലൊക്കെ ഉണ്ടാക്കി വെക്കുന്നത്. ഇത്ര വലിയ കോലാഹലം ഉണ്ടാകാൻ എന്താ കൊലപാതകമായിട്ട് നടന്നോ ഇവിടെ? തെറ്റെന്റെ ഗോമോ, ഞാൻ കുറെ കൂടി കരുതണമായിരുന്നു. വന്ന് വല്ലതും കഴിക്ക്. അമ്മ മോളെ വഴക്ക് പറഞ്ഞത്
സങ്കടം കൊണ്ടാ. അന്നേരത്തെ ദേഷ്യത്തിന് മനസ്സ് തോന്നിയത് എന്തൊക്കെയോ ഞാനങ്ങ് വിളിച്ചു പറഞ്ഞു. എന്റെ മോക്ക് എന്തെങ്കിലും കുഴപ്പം വരുമെന്ന് കണ്ടാ പിന്നെ ഞാൻ എങ്ങനെ സമാധാനിക്കും? അല്ല, മോളുവെന്ന് പറ. എനിക്ക് ആരുമില്ല മോളെ, നീയേ ഉള്ളൂ. നിന്നെ ഒരു നല്ല കരയെടുപ്പിച്ചതിന് ശേഷമേ ഈ അമ്മയുടെ ജീവിതത്തിൽ സമാധാനം ഉണ്ടാകത്തുള്ളൂ. നീ എന്താ ആലോചിക്കാത്തത്? എന്നെ സങ്കടപ്പെടുത്തിയിട്ട് അമ്മയ്ക്ക് എന്ത് കാര്യം നേടാൻ? വന്നു വല്ലതും കഴിക്കും. എന്ത് പറയുന്നു പത്ത് സാർ? എന്താ എപ്പോഴും ഇങ്ങനെ അടച്ചുകൂടിയിരിക്കുന്നേ? അങ്ങനെ ഇരുന്നാ മതി, അധികം പുറത്തോട്ടൊന്നും ഇറങ്ങണ്ട. നല്ല ആളാ, അവരെ വിളിച്ച് 10 ചീത്ത പറയാനുള്ളതിന് പകരം എന്തിനാണെന്നോ പിന്നെ കാണിച്ചൊക്കെ എടുക്കാമെന്ന് പറയാണോ? കരുതി നീ കുട്ടികളെ പഠിപ്പിക്കുന്ന ആളാ, ഞാൻ സമ്മതിച്ചു. പക്ഷേ കുട്ടികളുടെ മനസ്സിനെ കുറിച്ച് നിനക്കൊരു ചുക്കും അറിയില്ല. ഓ, പിന്നെ അറിയാവുന്നവരാണ്. എനിക്കറിയാം, ഞാനും ഈ പ്രായം കടന്നു വന്നവനാ. ഈ പ്രായത്തിൽ പലതും സംഭവിക്കും, അതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് നിങ്ങളാ. ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന്? നിങ്ങൾ പലതും ചെയ്യാറുണ്ട്. കൗമാരം കണ്ണില്ലാത്ത പ്രായമാണ്. ഈ പ്രായത്തിൽ അവരുടെ കൂട്ടുകാരാരൊക്കെയാണ്, അവരെന്തൊക്കെ ചെയ്യുന്നു, എന്തൊക്കെ അറിയുന്നു, ഇതൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വീട്ടിലെ മുതിർന്നവരാ. അല്ലാതെ എന്തെങ്കിലും തെറ്റുകുറ്റം കണ്ടാൽ ഉടനെ അവരെ ശിക്ഷിക്കുകയും ശാസിക്കുകയല്ല വേണ്ടത്. തെറ്റ് മനസ്സിലാക്കുക, അത് തിരിച്ചു കൊടുക്കാൻ ശ്രമിക്കണം. തെറ്റ് ആവർത്തിക്കാതിരിക്കാൻ പറഞ്ഞവരെ പഠിപ്പിക്കണം.